ഹായ് ഗൈസ്, നല്ല അടിപൊളി കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നല്ല ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ചൂടായി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാള, പച്ചമുളകൊക്കെ അരിഞ്ഞ് എടുക്കാം. ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയിലയൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എടുത്ത് തണുപ്പിക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം അതിൻ്റെ എല്ല് കളഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച മലക്കറി ഒക്കെ അതിനകത്തോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിനെ നല്ല ഉടച്ച് ഷേപ്പാക്കി എടുക്കുക. ഉടച്ച് നല്ല മാവ് പോലെ ആക്കി എടുക്കുക. അപ്പോൾ മസാലയിലേക്ക് ഈ ഉള്ളി വഴന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് അരിഞ്ഞു വെച്ച ചിക്കനിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ചൂടിൽ അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഒരു ഇങ്ങനെ കയ്യിൽ ചപ്പിയെടുക്കാൻ കണക്കിനുള്ള രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. പിന്നെ നമുക്കൊരു 4 ബ്രെഡ് വേണം. ബ്രെഡ് എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിനെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ 2 മുട്ട എടുത്ത് കലക്കി വയ്ക്കുക. അതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ചുരുട്ടി കുഴച്ച് വെച്ചിരുന്ന ഇത് എടുത്തിട്ട് അതിനെ ചപ്പി അതിനെ മുട്ടയിൽ മുക്കിയിട്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസിലും കൂടെ തേച്ച് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് പാനിലിട്ട് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. ചിക്കൻ കട്ട്ലറ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ആരെങ്കിലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന കണക്ക് തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, നല്ല മൊരിഞ്ഞിരിക്കുന്നു. നമുക്കിത് അകത്ത് വെന്തോ എന്തില്ലേ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാര്യം നമ്മളെല്ലാം വേവിച്ചാണല്ലോ വെച്ചിട്ടുള്ളത്. കണ്ടോ, എന്ത് സൂപ്പർ.